ശ്രീല പ്രഭുപാദിന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്ത പ്രഭുവിന്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ച ഒരു കാര്യമാണ്. സിദ്ധാന്ത പ്രഭുപാദിന്റെ മുതിർന്ന ശിഷ്യന്മാരും പ്രഭുപാദുമായിട്ടുള്ള ആ ഒരു ബന്ധം ഇങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അപ്പം അതിൽ കൗസല്യ മാതാജിയുടെ ഒരു പാസ്റ്റ് ടൈമാണ് വായിച്ചത്. കൗസല്യ മാതാജി പ്രഭുപാദിനോടൊപ്പം ഏകദേശം 4 വർഷത്തോളം ഇന്ത്യയിലുണ്ടായിരുന്നു പ്രചരണത്തിനായിട്ടും. കൗസല്യ മാതാജി യമുന മാതാജിയും കൂടെ ഇന്ത്യയിൽ കുറേ വർഷങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് വെച്ച് കൗസല്യ മാതാജിക്ക് അസുഖം ബാധിച്ചു. എന്ത് അസുഖം എന്ന് പറയുന്നില്ല, അസുഖം ബാധിച്ചു. അത് മാതാജി ആദ്യമേ ആയുർവേദ ചികിത്സയാണ് എടുത്തിരുന്നത്. കുറച്ച് നാള് പോയി പിന്നെ മാജിക്ക് മഞ്ഞപ്പിത്തവുമായി ശരീരത്തിൽ ഹെപ്പറ്റൈറ്റിസ് വരികയും ചെയ്തു. ഹെപ്പറ്റൈറ്റിസ് വന്നിട്ട് അവസാനം പ്രഭുപാദ് അവരെ അവിടെ വെച്ച് ബോംബെയിൽ വെച്ച് കണ്ട സമയത്ത് അവരാകെ അവശയായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് പ്രഭുപാദ് നീ എന്താ ചെയ്യുന്നത്, എന്ത് ചികിത്സയാ ചെയ്യുന്നതെന്ന് ഇങ്ങനെ ചോദിച്ചു. അപ്പം കൗസല്യ മാതാജി പറഞ്ഞു ഞാനിങ്ങനെ ആയുർവേദ ചികിത്സയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പ്രഭുപാദ് അവിടെ വെച്ച് പറഞ്ഞു ആയുർവേദ ഈസ് പ്രിവെന്റീവ് ട്രീറ്റ്മെന്റ്. ആയുർവേദം എന്ന് പറഞ്ഞാൽ അസുഖം വരാതിരിക്കാനുള്ള ഒരു ചികിത്സാ സമ്പ്രദായമാണ്. അപ്പം നിനക്ക് അസുഖം വന്ന സ്ഥിതിക്ക് നീ റെഗുലറായിട്ടുള്ള ഡോക്ടറെ കണ്ട് ചികിത്സ നേടണം എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ മാജിയോട് ഈ മോഡേൺ ആയിട്ടുള്ള ഇതിൽ ചികിത്സ തേടാനായിട്ട് പ്രഭുപാദ് പറഞ്ഞു. അപ്പം അങ്ങനെ മാജി ആദ്യം ഇന്ത്യയിൽ കുറച്ച് നോക്കി. അതിനുശേഷം മാജി വിചാരിച്ചു തിരിച്ച് US പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2 റീസൺ ഉണ്ടായിരുന്നു. ഒന്ന് ഹെൽത്തിന്റെ ഒരു റീസണും, രണ്ടാമത് ഹസ്ബൻഡ് അവിടെയായിരുന്നു. ഹസ്ബൻഡ് അവിടെ ഉള്ളത് കൊണ്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ മാജി അവിടെ തിരിച്ചെത്തിയപ്പം അവിടെ പക്ഷേ അവിടെ 4 വർഷം മുമ്പ് വരുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിരുന്നു അവിടുത്തെ പ്രീച്ചിങ് ഒക്കെ. ഒന്ന് ഡിവോട്ടീസൊക്കെ സാധാരണ എല്ലാ ഡിവോട്ടീസും ഷേവൻ ഹെഡഡ് ആയിരുന്നു പ്രഭുപാദ് മാജി വരുന്ന സമയത്ത്. പക്ഷെ ബുക്ക് ഡിസ്ട്രിബ്യൂഷന് വേണ്ടി എല്ലാവരും വിഗൊക്കെ വെക്കാൻ തുടങ്ങി. പിന്നെ നോർമൽ ഡ്രസ്സിൽ പോയി ബുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ തുടങ്ങി. അപ്പം മാജിക്ക് ഇതെല്ലാം കണ്ടപ്പം കുറെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് മാജിക്ക് അതൊരു കൃഷ്ണ കോൺഷ്യസ് ആയിട്ട് തോന്നിയില്ല. പഴയ കൃഷ്ണ കോൺഷ്യസ് പോലെ മാജിക്ക് തോന്നിയില്ല. അങ്ങനെ മാജി അതിൽ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ട് മാജി തിരിച്ച് ഇന്ത്യയിലേക്ക് വന്ന് ബോംബെയിൽ വന്നിട്ട് പ്രഭുപാദിനോട് വിഷമം പറഞ്ഞു. പ്രഭുപാദുള്ള സമയത്ത് ഇങ്ങനെ പറഞ്ഞു എൻ്റെ ഗോഡ് ബ്രദേഴ്സ് ഇപ്പം ഇങ്ങനെയാണ്, അവർ വിഗ് വയ്ക്കുന്നുണ്ട്, അവരിപ്പോൾ നോർമൽ ഡ്രസ്സാണ് വയ്ക്കുന്നത്, നമ്മൾ ധോത്തി കുർത്ത അത് യൂസ് ചെയ്യുന്നില്ല, ഇങ്ങനെ പല റീസൺസുകൾ മാജി ഇങ്ങനെ പ്രഭുപാദിനോട് പറഞ്ഞു. പ്രഭുപാദ് കുറേ നേരം അത് കേട്ടോണ്ടിരുന്നു. എന്നിട്ട് പ്രഭുപാദ് ഒരു ക്വസ്റ്റ്യൻ തിരിച്ചു ചോദിച്ചു, ആർ യു പെർഫെക്റ്റ്? നീ പെർഫെക്റ്റ് ആണോ എന്ന് ചോദിച്ചു. ഉടനെ മാജി പറഞ്ഞു ഞാൻ പെർഫെക്റ്റ് അല്ല പ്രഭുപാദ് എന്ന് പറഞ്ഞു. എന്നിട്ട് പ്രഭുപാദ് പറഞ്ഞു ദേ ആർ ട്രൈയിങ് ദെയർ ബെസ്റ്റ്. അവരവരുടെ കഴിവിൻ്റെ പരമാവധി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം സോ യു ഡോണ്ട് ക്രിട്ടിസൈസ്. അതുകൊണ്ട് നീ ഒരിക്കലും അവരെ ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല. നീ ഇവിടെ നിൽക്കൂ, എനിക്ക് കുക്ക് ചെയ്ത് തരൂ, നീ ഇവിടെ തന്നെ നിന്നാൽ മതി, വേറെ എന്തിനെ കുറിച്ച് നീ ചിന്തിക്കണ്ട എന്ന് പറഞ്ഞിട്ട് പ്രഭുപാദ് അവിടെ കൗസല്യ മാജി അവിടെ നിർത്തി. അതിലൂടെ കൗസല്യ മാജി ഒരു സാക്ഷാത്കാരം പറഞ്ഞു തരുന്നത് നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ ഒരുപാട് പോരായ്മകൾ അവർക്ക് കാണും. അപ്പം അതിൻ്റെ പേരിൽ അവരെ ക്രിട്ടിസൈസ് ചെയ്യാനായിട്ട് പാടില്ല. യഥാർത്ഥത്തിൽ അവരുടെ പോരായ്മയെ മറികടക്കാൻ അവരെത്ര ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതും കൂടെ നമ്മൾ കാണണം എന്നുള്ളത് പ്രഭുപാദ് അവിടെ വെച്ച് കൗസല്യ മാജിക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡേർഡിൽ അവർ വരുന്നില്ലായിരിക്കും, പക്ഷെ അവരുടെ ആ താഴെയുള്ള സ്റ്റാൻഡേർഡിൽ നിന്ന് ഉയരാനായിട്ട് അവർ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കും. അപ്പം അത് കണ്ടുകൊണ്ട് വേണം മറ്റുള്ളവരുടെ കാര്യങ്ങളും പ്രവൃത്തികളും നമ്മൾ വിലയിരുത്താൻ എന്നുള്ളത് കൗസല്യ മാജിക്ക് അവിടെ വെച്ച് മനസ്സിലായി എന്ന് മാജി അവിടെ വെച്ച് പറയുന്നു.